അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷേ നമുക്കറിയാം പബ്ലിക് എക്സാം എത്തുന്നതിന് മുന്നേ നമുക്ക് 2 കടമ്പകൾ ചാടി കടക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അത് ഏതൊക്കെയാണ്? നമ്മുടെ ആദ്യം നമുക്ക് ഓണം എക്സാം ഉണ്ട്, അതിനുശേഷം നമുക്ക് ക്രിസ്മസ് എക്സാം ഉണ്ട്. ഈ 2 എക്സാംസ് നമുക്ക് കടന്നിട്ട് വേണം നമ്മുടെ പബ്ലിക് എക്സാം നമുക്ക് സെറ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പബ്ലിക് എക്സാമിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓണം എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും. അപ്പോൾ ഇത്തവണ നമ്മുടെ ഓണം എക്സാം അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇത്തവണ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യമാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് മിസ് എല്ലാതും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളം ഫസ്റ്റിൽ നിന്ന് എത്രയൊക്കെ ചാപ്റ്റേഴ്സാണ് ഇത് മിസ് കൊടുത്തിട്ടുള്ളത്, ഏത് ചാപ്റ്റേഴ്സ് വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് മിസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മലയാളം ഫസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കടൽ തീരത്ത് എന്ന് പറയുന്ന ആ ചാപ്റ്റർ വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കടൽ തീരത്ത് എന്ന് പറയുന്ന ചാപ്റ്ററും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ചാപ്റ്ററും കൂടെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മലയാളം ഫസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ കടൽ തീരത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ വരെയാണ് പഠിക്കേണ്ടത്. മലയാളം സെക്കൻഡിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണമുറ്റത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ വരെയാണ് പഠിക്കാനുള്ളത്. ദെൻ ഹിന്ദിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഹിന്ദിക്ക് നിങ്ങൾക്ക് യൂണിറ്റ് വൈസ് ആണ് അല്ലേ? അതിൽ രണ്ടാമത്തെ യൂണിറ്റിൽ ആദ്യത്തെ ചാപ്റ്റർ വരെ. ഓക്കെ, അപ്പോൾ 2.1 വരെയാണ്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൽ അതിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കില്ല, അതിൽ ആദ്യത്തെ ചാപ്റ്റർ വരെയാണ് നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനുള്ളത്. ദെൻ ഇംഗ്ലീഷിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓണം എക്സാമിന് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 യൂണിറ്റുകൾ നന്നായിട്ട് തന്നെ പഠിക്കണം. ആദ്യത്തെ 2 യൂണിറ്റുകളാണ് നമുക്ക് ഇംഗ്ലീഷിന് പഠിക്കാനുള്ളത്. ദെൻ അറബിക്കിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അറബിയുടെ കേസിൽ നമുക്ക് ആദ്യത്തെ 2 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ദെൻ ഫിസിക്സ് അല്ലേ? അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൻ്റെ കേസിൽ എവിടം വരെയാണെന്ന് അറിയോ പഠിക്കുന്നത്? നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം, ഈ ചാപ്റ്റർ വരെയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ചാപ്റ്റർ നമ്മളിപ്പോൾ ഏത് വർഷത്തെ ഓണം എക്സാം എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ 3 ചാപ്റ്റർ എന്ന് പറയും, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ചാപ്റ്റർ ഉണ്ടോ? ഇല്ല. അതായത് ഒരു 2.5 വരെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അതായത് 3ാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ ഭാഗത്തുനിന്ന് ചോദിക്കൽ കുറവാണ്. അതിൻ്റെ ഒരു 2.5 ഒരു പകുതി ഭാഗത്തുനിന്ന് വരെയൊക്കെ ആയിരിക്കും എക്സാമിന് ചോദ്യങ്ങളൊക്കെ വരിക. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ചാപ്റ്റർ അത്രയല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാതിരിക്കരുത്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ എൻ്റെ കുട്ടികൾ ഫുൾ തന്നെ ആ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെയാണ് മിസ്സേ പഠിക്കുക എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അതിനുള്ള എല്ലാ വഴികളും മിസ്സ് പറഞ്ഞു തരാം കേട്ടോ, ടെൻഷനൊന്നും അടിക്കേണ്ട. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി എവിടെ വരെയാണെന്നറിയോ? റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന് പറയുന്ന ചാപ്റ്റർ വരെയാണ് പഠിക്കാനുള്ളത്. അതും 3ാമത്തെ ചാപ്റ്റർ ആണ്. അതും കംപ്ലീറ്റ് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല. ഒരു 2.5 വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. then അടുത്തത് ബയോളജി. ഓക്കെ, ബയോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിയും എവിടെ വരെയാണ്? 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, അതായത് സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ വരെയാണ് നമുക്ക് ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. കഴിഞ്ഞോ നമ്മുടെ ചാപ്റ്റേഴ്സ്? ഇല്ല, നമ്മുടെ സബ്ജക്റ്റുകൾ തീർന്നിട്ടില്ല. ഓക്കെ, then അടുത്തത് മാത്സ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ വരെയാണ്. അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, 2ാം കൃതി സമവാക്യങ്ങൾ വരെയാണ് നമുക്ക് മാത്സിന് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. ദെൻ അത് ശരിക്കും പറഞ്ഞാൽ 4 ചാപ്റ്റേഴ്സ് ചിലപ്പോഴേ അത് അവസാനം വരെ ചോദിക്കുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം 4ാമത്തെ ചാപ്റ്റർ അടക്കം. ദെൻ അടുത്തത് സോഷ്യൽ സയൻസ് 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ചാപ്റ്റർ വരെയായിരിക്കും നമുക്ക് സോഷ്യൽ സയൻസ് 1ൽ നിന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നായിരിക്കും നമ്മൾ പഠിക്കാനുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ സയൻസ് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, അതായത് മാനവ വിഭവ ശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ വരെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓണം എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലേ ഓണം എക്സാം എന്ന് പറയുമ്പോൾ ഓണം എക്സാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ ചെയ്യാനായിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ആ സെലിബ്രേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെലിബ്രേഷനൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറച്ചൊരു ആശ്വാസം വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ആ ഒരു നമ്മൾ സെലിബ്രേഷൻ മൂഡിലിരിക്കുന്ന സമയത്ത് തന്നെ എന്തായിരിക്കും? എപ്പോഴാണ് പേപ്പർ കിട്ടുക എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ലേ? അപ്പോൾ ഇത്തവണ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ മിസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെ പഠിച്ചു തീർക്കും എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിൻ്റെ ഫാമിലി
ഫാമിലി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് കിട്ടണം, നല്ല കറക്റ്റായിട്ട് എല്ലാതും പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുൾ സപ്പോർട്ട് തരാനായിട്ട്, ഈ ഒരു വർഷം മൊത്തം സപ്പോർട്ട് തരാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ A+ വാങ്ങിത്തരാനായിട്ട് നമ്മുടെ ലക്ഷ്യ ബാച്ചും ഉണ്ടായിരിക്കും. ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓണം എക്സാം ആ ഓണം എക്സാമിൻ്റെ സമയം ആകുന്ന വരെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട, അതിന് മുന്നേ തന്നെ വേഗം തന്നെ നല്ലൊരു തീരുമാനം എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇത്തവണ നമ്മുടെ ഓണം എക്സാം ഓണം എക്സാം കഴിഞ്ഞ് നമ്മൾ ഓണം അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് തന്നെ നമുക്ക് ഓണം അടിച്ചു പൊളിക്കാം.